അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇനി നമുക്ക് അഖ്ലാഖിലെ ഇന്നെടുത്ത പാഠം നോക്കാം. ഓക്കെ, പാഠത്തിൻ്റെ പേര് നല്ല സ്വഭാവങ്ങൾ. എന്താ വായിക്കൂ. നല്ല സ്വഭാവങ്ങൾ. നമുക്കിവിടുന്ന് വായിക്കാം. മകനെ, നീ ഇപ്പോൾ 5-ാം ക്ലാസ്സിലെത്തി. നീ അല്പം കൂടി മുതിർന്നിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. നിന്റെ സ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് നീ അഖ്ലാഖ് പഠിക്കുന്നത്. ഇത് വായിക്കുക. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണത്. ഓക്കെ, ഇതേപോലെ പാഠങ്ങൾ വായിച്ച് പഠിക്കണം. ഇനി പാഠത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ വായിക്കണേ. ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തി പറയണം. ഓക്കെ. ഒരു ഉപ്പ മകനോട് എന്താ പറഞ്ഞത്? മകനെ, പറയൂ. നീ ഇപ്പോൾ 5-ാം ക്ലാസ്സിലെത്തി. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്താണ് ഉപ്പ മകനോട് പറഞ്ഞത്? നീ അല്പം കൂടി മുതിർന്നിരിക്കുന്നു. ഓക്കെ. മൂന്നാമത്തെ കാര്യം പറയൂ. നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ. നാലാമത്തെ കാര്യം എന്താ? പറയൂ. നിന്റെ സ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ. ഒരു ഉപ്പ മകനോട് പറഞ്ഞ 4 കാര്യങ്ങൾ നാം കേട്ടു. ഓക്കെ. അടുത്ത ചോദ്യം, അഖ്ലാഖ് പഠിക്കുന്നത് എന്തിന്? പറയൂ. സ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്താൻ. ഓക്കെ. സ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്താൻ, അതിലാണ് അഖ്ലാഖ് പഠിക്കുന്നത്. ഇപ്പം 2 ചോദ്യമായില്ലേ? മൂന്നാമത്തെ ചോദ്യം വായിക്കട്ടെ. സൽ സ്വഭാവം എന്ന് പറയുന്നത് എന്തിനാണ്? ഉത്തരം കണ്ടോ? പറയൂ. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ്. മനസ്സിലായില്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹം എന്താണ്? നിങ്ങൾക്കറിയോ? പറയ്. സൽ സ്വഭാവം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ അഖ്ലാഖ് പാഠത്തിൽ നിന്ന് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. ഉത്തരങ്ങൾ പഠിക്കണം. ഉത്തരങ്ങൾ എഴുതണം. അടുത്ത അഖ്ലാഖിൻ്റെ ദിവസമാകുമ്പോൾ ഉസ്താദിനെ പറഞ്ഞു തരും വേണം, എഴുതിയത് കാണിച്ചു തരും വേണം. ഓക്കെ. അള്ളാഹു നമ്മെ നല്ല സ്വഭാവമുള്ളവരിൽ ആക്കട്ടെ. ആമീൻ. എല്ലാവരും പറയൂ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.